ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനൊരു അടിപൊളി ഒരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പുട്ടിനും അപ്പത്തിനും നമുക്ക് ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാളികേരം ഇല്ലെങ്കിലും ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് കറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനായിട്ടൊരു വീഡിയോ ആണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കതിനായിട്ട് വെള്ളക്കടലയാണ് ഞാൻ എടുത്തത്. ഈ വെള്ളക്കടല ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ കടലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വെള്ളക്കടലയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളക്കടല നന്നായിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ പോക്കി ഞാനൊന്ന് വെള്ളമൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കടലൊന്ന് വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ചൊരു ചെറിയൊരു മസാല ഉണ്ടാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അടുപ്പ് കത്തിക്കേണ്ട കേട്ടോ. അതിൻ്റെ മുന്നേ ഒരു അര സ്പൂണ് ചെറിയ ജീരകം, ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം വലിയ ജീരകം, ഒരു ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 4 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇതില്ലേ കറുവാമ്പട്ട അതൊരു കഷ്ണം, പിന്നെ ഒരു തക്കോലം, ഒരു 5 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ബദമാണ് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത്. ബദത്തിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 12 ബദം ആണ് ഞാനിവിടെ എടുത്തത്. അതാണ് നാളികേരത്തിന് പകരമായിട്ട്. നാളികേരം വേണ്ടെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് ബദം ഉപയോഗിച്ചാൽ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ബദം ഉണ്ടെങ്കിൽ ബദം എടുക്കുക, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഏതായാലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്നത് ചൂട് തട്ടിച്ചിട്ട് നമുക്ക് എടുക്കാം. അതിനൊന്ന് പാനിലേക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് വളരെ സിമ്മിൽ തന്നെ ഗ്യാസ് വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് പൊടിക്കുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു നാളികേരത്തിൻ്റെ കഷ്ണം ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ഈ നാളികേരം ഇല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലോണ്ട് മാത്രമാണ് നാളികേരം ഞാൻ എടുക്കുന്നത്. നാളികേരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നാളികേരം വേണ്ട. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം നാളികേരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാനിൽ വെച്ചിട്ട് നന്നായി ഡ്രൈ ആയ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് വരാം. നന്നായിട്ടിത് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലിട്ട നാളികേരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പം മിക്സി ഞാൻ ചെറിയ ജാറാണ് ഇവിടെ അരയ്ക്കാൻ വേണ്ടി എടുത്തത്. അത് നമുക്കൊരു വലിയ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 തക്കാളി, മീഡിയം സൈസിൽ 2 തക്കാളി അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞോട്ടെ. ഇനി ഇത് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിൽ. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പം കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം മതി. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കുന്നുണ്ട്. കുറച്ച് കടുകും കൂടി ഇട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ. നന്നായി പൊട്ടി തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടണം കേട്ടോ, അല്ലെങ്കിൽ കടുക് പൊട്ടാതെ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വാടണം കേട്ടോ. നല്ല മൂത്ത് ബ്രൗൺ നിറത്തിൽ ആയിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ പേസ്റ്റ് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ഈ തക്കാളി ഉള്ളിയും ഈ മസാലക്കൂട്ടൊക്കെ കൂടെ അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി അത് മൂത്ത് വരണം. അതായത് ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ എണ്ണയൊക്കെ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് മൂത്ത് ഇതുപോലെ വരണം. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല മൂത്ത് ആ എണ്ണയൊക്കെ വറ്റി ഒന്ന് തെളിഞ്ഞ് വന്നിട്ട് കാണാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്കിട്ട് അതും കൂടി ഇതിലേക്ക് കിടന്നൊന്ന് നന്നായിട്ട് വഴറ്റുക. ആ പച്ച സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക.
നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിയാണ്. നമ്മൾ സാധാരണ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് ഇത് ഞാൻ ഇതിലേക്കൊന്ന് എടുക്കാൻ പറ്റിയില്ല. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം, പൊടി മൂത്തതിന് ശേഷം നമുക്ക് ആ കുതിർത്ത് വെച്ച കടലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഡ്രൈ ആയിട്ട് ഈ കടലക്കറി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ല പുട്ടിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഞാനൊരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് പുട്ടിനാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പ് നോക്കുക കേട്ടോ. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഏറി നിൽക്കണം, എന്നാലേ കടലയിൽ കറക്റ്റായിട്ട് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കി വേണമെന്ന് ആവശ്യത്തിനുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. കുറച്ച് തിക്കായതുകൊണ്ട് നമ്മൾ മസാല കൂട്ടിയിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് തിക്കാവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. അപ്പം കുറച്ച് ഗരം മസാലയും കൂടി ഇടണേ. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവി വന്ന് ഒരു 6 7 വിസിൽ വന്നോട്ടെ. കടല വേവുന്നത് വരെ വിസിൽ വന്നതിന് ശേഷം നമുക്ക് ആവി പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. സൂപ്പർ കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് അടിപൊളി കറി പെട്ടെന്ന് തന്നെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ നാളികേരം വഴറ്റിയേ അല്ലെങ്കിൽ നാളികേരം വറുത്തരയ്ക്കുക ഒന്നും ചെയ്യേണ്ട. അടിപൊളി കറിയാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. തിക്ക് ഗ്രേവിയോടുകൂടി കറിയാണ്. അപ്പോൾ പുട്ടിനായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും എല്ലാത്തിനും ഈ അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനും കഴിക്കാം കേട്ടോ, സൈഡായിട്ട് കഴിക്കാം. ഇത് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടി എടുത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊരു കടലക്കറി ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലിൽ ഒരുപാട് ഞാൻ നല്ല നല്ല വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് കയറിയിട്ട് എല്ലാ വീഡിയോസും ഒന്ന് കാണുക. അതിൽ കടലക്കറി വേറെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കടലക്കറിയുണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കാണുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.